ഹായ്, ഞാൻ അദീബ്. ഷവോമി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത Mi 10i 5G എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 9 Pro 5G എന്ന മോഡലിൻ്റെ റീബ്രാൻഡഡ് വേർഷനാണ് ഈ Mi 10i. ഈ ഐ എന്നത് ഇന്ത്യ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മോഡൽ എന്നാണ് ഷവോമി പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ലോഞ്ച് ചെയ്ത ഫോൺസ് ഒന്നും ഇന്ത്യക്ക് വേണ്ടി അവർ ലോഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ എല്ലാ ചൈനീസ് ബ്രാൻഡും ഇന്ത്യൻ്റെ ബ്രാൻഡിങ് വെച്ചിട്ടാണ് ഫോൺസ് ലോഞ്ച് ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ചൈന ബോർഡർ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യയിലുള്ള ആളുകൾക്ക് ചൈനീസ് പ്രൊഡക്റ്റിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ചൈനീസ് ബ്രാൻഡ്സും ഇന്ത്യനെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത്. ഈ Mi 10i 5G എന്ന ഫോണിനെ കുറിച്ച് എടുത്തു പറയേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ കൊടുത്തിട്ടുള്ള 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ. 2, ഈ ഫോൺ ഒരു 5G ഫോണാണ്. 3, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 20,999 രൂപക്കാണ് ഇവർ ഫോൺ സെയിൽ ചെയ്യുന്നത്. ഷവോമി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിൽ വെച്ച് ഏറ്റവും ചീപ്പസ്റ്റ് 5G സ്മാർട്ട് ഫോണാണ് ഈ Mi 10i എന്ന മോഡൽ. ഒരു ഡാർക്ക് തീമിലുള്ള ഡിസൈൻ പാറ്റേണാണ് ഈ Mi 10iയുടെ ബോക്സ് വരുന്നത്. ബോക്സിൻ്റെ മുകളിലായിട്ട് തന്നെ Mi 10iയുടെ ഫോട്ടോ നൽകിയിട്ടുണ്ട്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ബോക്സിന് ഒരു പ്രീമിയം ഡിസൈൻ പാറ്റേണാണ് നൽകിയിരിക്കുന്നത്. ഈ ബോക്സ് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫോൺസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളൊരു ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ബോക്സിൻ്റെ മുകളിലായിട്ട് തന്നെ ഈ ഫോണിൻ്റെ ഒരു ചില ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോക്സിന് 2 സൈഡിലായിട്ട് Mi 10iയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ വേരിയൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, MRP കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടന്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ IMEയും കൊടുത്തിട്ടുണ്ട്. 6GB 64GB ബ്ലൂ കളർ വേരിയൻ്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഫോൺ കൂടാതെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് സിം ഇജക്ടർ ടൂൾ, യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ്, ഫോൺ കേസ്, ചാർജിങ് അഡാപ്റ്റർ, ടൈപ്പ് സി കേബിൾ, ഇത്രയുമാണ് ബോക്സിൻ്റെ അകത്തായിട്ട് വരുന്നത്. ഡിസൈൻ്റെ കാര്യത്തിൽ ഷവോമി ഇവിടെ ഒരു കോംപ്രമൈസും നൽകിയിട്ടില്ല. ഒരു പ്രീമിയം ഫോൺസിൽ വരുന്ന പോലത്തെ ഒരു ഡിസൈൻ പാറ്റേണാണ് ഈ ഫോണും നൽകിയിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. ഈ ഗ്ലാസ് ബോഡിക്ക് കോർണിംഗ് കൊറലാതിൻ്റെ 5 പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ മിയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5G ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ ടോട്ടലായിട്ട് 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ബ്ലാക്ക്, ബ്ലൂ, പസഫിക് സൺറൈസ്. ഈ ബ്ലാക്ക്, ബ്ലൂ ഈ 2 കളർ വേരിയൻറ്റും ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഫിംഗർ പ്രിൻറ്റും സ്മഡ്ജസും പതിയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഗ്ലോസി ഫിനിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് MI ഇവിടെ പസഫിക് സൺറൈസ് എന്നുള്ള ഒരു കളർ വേരിയൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വേരിയൻറ്റിൽ മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഫിംഗർ പ്രിൻറ്റും സ്മഡ്ജസും പതിയുള്ള ചാൻസ് കുറവായിരിക്കും. ഈ Mi 10iയുടെ കളർ വേരിയൻറ്റിൽ തന്നെ പസഫിക് സൺറൈസ് എന്ന കളർ വേരിയൻ്റാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ എന്തുകൊണ്ടാണ് ഈ ബ്ലൂ കളർ വേരിയൻറ്റ് എടുത്തതെന്നുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കളറായിരുന്നു ബ്ലൂ കളർ. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലൂ കളർ എടുത്തത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും Mi 10i വാങ്ങുന്നുണ്ടെങ്കിൽ പസഫിക് സൺറൈസ് എന്നുള്ള കളർ വേരിയൻറ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ വോളിയം ബട്ടണും പവർ ബട്ടണും നൽകിയിട്ടുണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഒരേ സമയത്ത് 2 സിം അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ IR ബ്ലാസ്റ്റർ, സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പ്രൈമറി മൈക്രോഫോൺ, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ എന്നിവയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ മേലെ സ്പീക്കർ നൽകിയിട്ടുണ്ട്. ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. ഈ മേലുള്ള സ്പീക്കർ കോൾ ചെയ്യുന്ന സമയത്ത് ഇയർ പീസ് ആയിട്ടും മറ്റു സമയങ്ങളിൽ സ്പീക്കറായിട്ടും വർക്ക് ചെയ്യും. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ ഡോൾബി സപ്പോർട്ട് ഇല്ല. അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓവറോൾ ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലയിൻസും ഇല്ല. ഒരു പ്രീമിയം ഫീൽ തരുന്ന ഡിസൈൻ പാറ്റേണാണ് ഈ ഫോൺ നൽകിയിട്ടുള്ളത്. ഡിസൈൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MI ഇവിടെ ഒരു കോംപ്രമൈസ് നൽകിയിട്ടില്ല. പക്ഷേ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഭാരം 214.5 ഗ്രാമാണ് വരുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 165.38 mm, വിഡ്ത്ത് 76.8 mm, തിക്നെസ് 9 mm വരുന്നത്. അടുത്തിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറ കുറിച്ച് നോക്കാം. ഇതിൽ 108 മെഗാ പിക്സൽ ഒരു ക്യാമറയാണ് വരുന്നത്. ഇന്ന് നിലവിൽ മാർക്കറ്റിലുള്ള ഫുൾ ഫ്രെയിം ക്യാമറ, ഐഫോൺസ്, പിക്സൽ ഫോൺസ്, പിന്നെ DSLR ഈ ക്യാമറാസിനേക്കാളും ബെസ്റ്റ് ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നതെന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത്രക്ക് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. MI ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയം തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ 108 മെഗാ പിക്സൽ എന്നുള്ള കാര്യം എല്ലായിടത്തും ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുന്ന രീതിയിലാണ് ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ബോക്സിൻ്റെ മുകളിലായിക്കോട്ടെ 108 മെഗാ പിക്സൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്ക്
ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ Mi 10iയുടെ പരസ്യത്തിൽ എല്ലായിടത്തും 108 മെഗാ പിക്സൽ എന്നുള്ള കാര്യം എല്ലായിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെ ഈ ഫോണിനോട് അട്രാക്റ്റ് ആയിട്ട് ഈ ഫോൺ വാങ്ങിയിരിക്കട്ടെ. ഈ ഫോൺ വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ച് 108 മെഗാ പിക്സലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫോൺ ക്യാമറ തുറന്നു നിൽക്കട്ടെ. ഈ ഫോണിൽ 108 മെഗാ പിക്സലിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മോർ സെറ്റിങ്സിൽ പോയിട്ട് 108 മെഗാ പിക്സൽ എന്നുള്ള ഒരു മോഡ് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 108 മെഗാ പിക്സലിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മളെ കൊണ്ട് ഈ ഫോൺ വാങ്ങിപ്പിക്കാനായിട്ട് എല്ലാ സ്ഥലത്തും 108 മെഗാ പിക്സൽ എന്നുള്ള കാര്യം കാണുന്ന രീതിയിൽ കൊടുത്ത അവർക്ക് ഫോണിൻ്റെ ക്യാമറ തുറക്കുമ്പോൾ മാത്രം എന്താ 108 മെഗാ പിക്സൽ കാണുന്ന രീതിയിൽ കൊടുക്കാത്തത്? ആക്ച്വലി ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഡീഫാൾട്ടായിട്ട് 12 മെഗാ പിക്സലിലാണ് എടുക്കുന്നത്. 108 മെഗാ പിക്സലിലോട്ട് സ്വിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് 108 മെഗാ പിക്സലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നോർമലി എല്ലാവരുടെ അടുത്തും 12 മെഗാ പിക്സൽ, 48 മെഗാ പിക്സൽ, 64 മെഗാ പിക്സലൊക്കെ ക്യാമറയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 108 മെഗാ പിക്സൽ ഉണ്ടെങ്കിൽ നമ്മൾ വലിയൊരു സംഭവമാവുന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ കണ്ടിട്ട് നമ്മൾ ഈ ഫോൺ വാങ്ങാൻ പോകുന്നത്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ മെഗാ പിക്സൽ വെറും നമ്പർ മാത്രമാണ്. ലോകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഫോൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐഫോൺസ് എന്തായാലും ഉണ്ടാവും. ഈ ഐഫോൺസിൽ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. മെഗാ പിക്സലിൻ്റെ കൗണ്ട് കൂടിയതുകൊണ്ട് മാത്രം ഒരു ഇമേജിൻ്റെ ക്വാളിറ്റി നന്നാവണം എന്നില്ല. നിങ്ങൾ ആരെങ്കിലും പണ്ട് ഉണ്ടായിരുന്ന നോക്കിയ ഫോൺസ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വരുന്ന ആൻഡ്രോയിഡ് ഫോൺസ് അല്ല, സിംബി നോയ്സിൽ വന്നിട്ടുള്ള നോക്കിയ ഫോൺസ്. ആ ഫോൺസിലൊക്കെ 5 മെഗാ പിക്സലിൻ്റെ, 2 മെഗാ പിക്സലിൻ്റെ, 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഫോൺസിലെടുത്ത ഫോട്ടോസ് ഇന്ന് മാർക്കറ്റിലുള്ള ഫോൺസിൽ നിന്ന് എടുത്ത ഫോട്ടോസും വെച്ച് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ അത്ര വലിയ ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇന്ന് മാർക്കറ്റിൽ ലോഞ്ച് ആവുന്ന ഫോൺസിലെല്ലാം 48, 64, 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയൊക്കെയാണ് വരുന്നത്. ഇനി ഫ്യൂച്ചറിൽ 200 മെഗാ പിക്സലിൻ്റെ, 600 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ഈ മെഗാ പിക്സലിൻ്റെ കൗണ്ട് കൂടില്ലാണ്ട് ഇമേജിൻ്റെ ക്വാളിറ്റി കൂടുന്നതായിട്ട് തോന്നുന്നില്ല. ഈ ഫോണിൽ സാംസങ്ങിൻ്റെ 108 മെഗാ പിക്സലിൻ്റെ HM2 സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. f1.75 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. ഈ ഫോണിൻ്റെ ക്യാമറ അത്രക്ക് മോശമല്ല, നല്ല ഇമേജ് ക്വാളിറ്റി നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വെയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ക്വാളിറ്റി അത്ര പോരാ. വീഡിയോൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ 1080p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഫോണിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. 120 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. f2.2 ആണ് ഇതിൻ്റെ അപ്പർച്ചർ. പിന്നെ ഈ ഫോണിൽ വരുന്ന ക്യാമറൻ്റെ കൗണ്ട് കൂട്ടാനായിട്ട് ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 4 ക്യാമറയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. ഒരു 10,000 രൂപ മുതൽ 30,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോൺസിലും 4-5 ക്യാമറ ഒക്കെ കൊടുക്കാറുണ്ട്. ഇതുപോലെ 4-5 ക്യാമറ വരുന്ന ഫോൺസിലെല്ലാം ഉപയോഗിക്കാൻ പാകത്തിന് 2 ക്യാമറ ഉണ്ടാവുള്ളൂ. ഒന്ന് ആ ഫോണിൻ്റെ മെയിൻ ക്യാമറ 48 അല്ലെങ്കിൽ 64 108 മെഗാ പിക്സലുള്ള ആ ക്യാമറാസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. ഈ 2 ലെൻസാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ബാക്കിയുള്ള ഈ മാക്രോ ലെൻസിൻ്റെ ഔട്ട്പുട്ട് ചില ഫോൺസിലൊക്കെ വളരെ ഷോക്കായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഡെപ്ത് സെൻസർ. ഈ സെൻസർ എന്തിനാണ് കൊടുക്കുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ക്യാമറേൻ്റെ കൗണ്ട് തേക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. MI മാത്രമല്ല എല്ലാ ബ്രാൻഡ്സിനും കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഫോണിൽ ഡെപ്ത് സെൻസർ വരുന്നുണ്ടെങ്കിൽ ആ ഡെപ്ത് സെൻസർ ഒരു ബ്ലാക്ക് ടേപ്പ് വെച്ച് മറിച്ചതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഡെപ്ത് സെൻസർ ഉപയോഗിച്ചിട്ടും ഒരു ഫോട്ടോ എടുത്ത് നോക്കുക. 2 ഫോട്ടോസും തമ്മിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഐഫോൺസിലും സാംസങ്ങിൻ്റെ പ്രീമിയം ഫോൺസിലൊക്കെ 3-4 ക്യാമറ ഒക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിലുള്ള ഇമേജാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോൺസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു 16 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഓവർ ഷാർപ്പ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് മേ ബി ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. ഈ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഫോട്ടോസിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ വരുന്ന ഡിസ്പ്ലേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഡിസ്പ്ലേക്ക് ഉണ്ട്. അത് മാത്രമല്ല 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഡിസ്പ്ലേക്ക് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ കോർണിംഗ് ഗൊറില്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ അഡാപ്റ്റീവ് സിങ്ക് ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്സിനും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആവശ്യമില്ല. അപ്പോൾ അത് ഫോൺ ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സിന് എത്ര റിഫ്രഷ് റേറ്റ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഡിസ്പ്ലേ സെറ്റിംഗ്സിലോട്ട് പോയി കഴിഞ്ഞാൽ 60 ഹെർട്സിനും 120 ഹെർട്സിനും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. പിന്നെ ഈ ഫോണിൽ LCD ഡിസ്പ്ലേ കൊടുത്തത് ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു 60 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേങ്കിലും കൊടുത്തിരുന്നെങ്കിൽ
ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഈ ഫോൺ ഒരു ബഡ്ജറ്റ് ഫോണാണ്. ഇതിൽ വരുന്ന 120 ഹെഡ്സും ഒരു സാംസങ്ങിൻ്റെ പ്രീമിയം ഫോൺസിൽ വരുന്ന 120 ഹെഡ്സും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആക്ച്വലി എല്ലാ ബ്രാൻഡ്സും ഈ 120 ഹെഡ്സിൻ്റെ LCD പാനൽ കൊടുക്കുന്നത് കസ്റ്റമറിൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Qualcomm Snapdragon 750G ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ. Adreno 619 ആണ് ഇതിൽ വരുന്ന GPU. LPDDR4X RAM ടൈപ്പ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ വരുന്നത്. ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4820 mAh ഒരു ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. ആ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ MI ബോക്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 0 to 100% ഒരു മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ Mi 10i ഔട്ട് ഓഫ് ദ ബോക്സ് Android 10 വരുന്നത്. MIUI ആണ് ഇതിൻ്റെ യൂസർ ഇന്റർഫേസ്. ഈ ഫോണിൽ Android 10 കൊടുത്തത് എനിക്കൊരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ വരുന്ന അധിക ഫോൺസും Android 11 ലോഞ്ച് ആവുന്നത്. ഈ സമയത്ത് ഒരു 5G ഫോൺ Android 10 ലോഞ്ച് ചെയ്തത് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഇങ്ങനെ MI ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ MI ഇപ്പോൾ Android 10 ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണ് കുറച്ച് മാസം കഴിഞ്ഞിട്ട് Android 11 അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളോട് പറയും ഞങ്ങളൊരു മേജർ അപ്ഡേറ്റ് തന്നിട്ടുണ്ട്, നിങ്ങൾ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയാം ഞങ്ങൾ ഹാപ്പി ആണെന്നുള്ളത്. ഇത് MI മാത്രമല്ല, അധികം ബ്രാൻഡ്സ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ഓൾഡ് ആൻഡ്രോയിഡ് വെർഷന് ഫോൺ ലോഞ്ച് ചെയ്യും. എന്നിട്ട് അതിനുശേഷം ആൻഡ്രോയിഡിൻ്റെ ഒരു അപ്ഡേറ്റ് വേർഷനും തരും. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സിനെ കുറിച്ച് നോക്കാം. ആക്സിലറോമീറ്റർ, ഗൈറോസ്കോപ്പ്, ഇലക്ട്രോണിക് കോമ്പസ്, IR ബ്ലാസ്റ്റർ, പ്രോക്സിമിറ്റി സെൻസർ, ആംബിയന്റ് ലൈറ്റ് സെൻസർ. ഇതൊക്കെയാണ് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഈ ഫോൺ ടോട്ടലായിട്ട് 3 വേരിയൻറ്റിലാണ് വരുന്നത്. 6GB 64GB വേരിയൻറ്റിന് 20,999 രൂപയും 6GB 128GB വേരിയൻറ്റിന് 21,999 രൂപയും 8GB 128GB വേരിയൻറ്റിന് 23,999 രൂപയുമാണ് വരുന്നത്. ഇതിൽ 6GB 64GB വേരിയൻറ്റ് നിങ്ങൾ എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 6GB 64GB എന്ന വേരിയൻറ്റ് എല്ലാ ബ്രാൻഡ്സും അവരുടെ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേരിയൻറ്റ് കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ 6GB 64GB ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ്. നിങ്ങളൊരു 15,000 രൂപയ്ക്ക് മേലൊരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 128GB സ്റ്റോറേജ് വരുന്ന വേരിയൻറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറയ്ക്കാനായിട്ട് 6GB 64GB വേരിയൻറ്റ് കൊണ്ടുവരുന്നത് MI മാത്രമല്ല, എല്ലാ ബ്രാൻഡ്സും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയത് OnePlusൻ്റെ ലോഞ്ച് ഇവൻറ്റിലായിരുന്നു. OnePlus നോട് ലോഞ്ച് ചെയ്ത സമയത്ത് അവരുടെ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 25,000 രൂപക്കായിരുന്നു. 25,000 രൂപയ്ക്ക് 5G ഫോൺ എന്നായിരുന്നു അവർ മാർക്കറ്റ് ചെയ്തിരുന്നത്. 6GB 64GB വേരിയൻ്റ് ആയിരുന്നു അവർ 25,000 രൂപയ്ക്ക് കൊണ്ടുവന്നത്. ഫോണിൻ്റെ ഫസ്റ്റ് സെയിലിൻ്റെ സമയത്ത് ഈ 6GB 64GB വേരിയൻറ്റ് സെയിലിൽ വന്നിട്ടില്ല. 2 മാസം കഴിഞ്ഞ് മാത്രമേ ഈ 6GB 64GB വേരിയൻറ്റ് കൊണ്ടുവരും എന്നുള്ളതാണ് OnePlus പറഞ്ഞത്. ഇപ്പോൾ വരുന്ന അധിക ബ്രാൻഡ്സും ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബ്രാൻഡ്സ് കസ്റ്റമറിനെ പറ്റിക്കുകയാണെങ്കിൽ അത് പിന്തുടർന്നിട്ട് മറ്റു ബ്രാൻഡ്സും കസ്റ്റമറിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പറ്റിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.